ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഡേ 5 ഓഫ് ക്ലാൻ വർ ലീഗിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ഡേ 4ൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഡേ 4ൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ 44 നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ 15 പയ്യന്മാർ അടിച്ച് തകർത്ത് വിട്ടു. ഒരു ബേസ് മാത്രം ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ബട്ട് ബാക്കി എല്ലാ ബേസും നമ്മൾ ഫുൾ ക്ലിയറൻസ് ചെയ്ത് 44 സ്റ്റാർസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡേ 5 പക്ഷേ ഇവന്മാർ അത്ര ടോപ്പ് പ്ലാനൊന്നുമല്ല, പക്ഷേ സ്റ്റിൽ അവന്മാരുടെ അറ്റാക്കൊക്കെ കൊള്ളാം. എൻ്റെ ടോപ്പ് ബേസിനെയൊക്കെ അത് അടിച്ച് തകർത്ത് വിട്ടിട്ടുണ്ട് അവന്മാർ. പിന്നെ അവന്മാരുടെ കയ്യിൽ അത്യാവശ്യം ടൗൺ ഹാൾ 18 ഉണ്ട്. എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളെന്തായാലും നേരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എല്ലാം ഒരു ശുഭപ്രതീക്ഷ അത്ര മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതാ ബേസ്? ഓ ഷിറ്റ് ഗൈസ്, ഉമ്മയുടെ ബേസും കൊള്ളാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബാഡ് ബേസാണ് ഗൈസ്. ബാഡായി പോയി, ബട്ട് കുഴപ്പമില്ല. അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ, നമുക്ക് ഒളിച്ചോടി പോകാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമ്മുടെ ക്വീൻ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ഓഫ്, എന്തിനാണോ ക്വീൻ്റെ എബിലിറ്റി കൊടുത്തത്? കുഴപ്പമില്ല. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ ക്ലാൻ കാസിൽ സേജ് മെഷീൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഡ്യൂക്ക് ഡ്രാഗൺ ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ സൈഡായിരിക്കണം നമുക്ക് ലൂൺസിനും കുറച്ചും കൂടെ പ്രശ്നം വരാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാർ ഇത്ര പേരെ ഒന്ന് റൂട്ട് ചെയ്യാം. ഇവിടെ നടുക്കൊരു ടോട്ടം സ്പെല്ല്. ഡ്യൂക്ക് ഡ്രാഗൺ എന്തൊക്കെയോ ഇറങ്ങി വരുന്നു. ഓക്കെ, രണ്ടോടെ എബിലിറ്റി കൊടുത്തു. ക്യൂവിൻ്റെ അവിടെ സപ്പോർട്ടിന് ഒരു ഫുൾ ലൂൺസ് ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൺ ചത്തോ? താങ്ക് യു. കുഴപ്പമില്ല, നമുക്ക് ടോട്ടം സ്പെല്ലിട്ട് പിടിക്കാം. നടുക്കൊരു ടോട്ടം, ഇവിടെ ഒരു ടോട്ടം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടം സ്പെല്ല് അങ്ങ് ഇറക്കി കളിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. അത് പ്രശ്നം തന്നെയാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നം തന്നെയാണ്. പണി കിട്ടരുത്. ഈ എയർ സ്വൈപ്പർ ഇട്ട് ഭയങ്കര ഡാമേജ് തരാണ്. അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. മിനിയൻ പ്രിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് വരുന്നു. മിനിയൻ പ്രിൻസിന് ഇട്ടേനെ നമുക്കൊരു റേജ് കൊടുക്കണമായിരിക്കും നല്ലത്. ആ ക്വീനെ തട്ടിക്കളയണോ? അല്ല, വേണ്ട. ഓക്കെ ഗൈസ്, നമ്മുടെ അറ്റാക്കൊക്കെ അത്യാവശ്യം കുറച്ച് ബാഡ് രീതിയിൽ പോകുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. ഓ ബേബി ഡ്രാഗൺ ഇവിടെ നമുക്ക് ഇറക്കാം. ഓക്കെ 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 മിനിയൻ പ്രിൻസ് ഇപ്പോൾ ചാവൂല അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, മിനിയൻ പ്രിൻസ് ചത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ പയ്യന്മാരൊക്കെ എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഈ എയർ ഡിഫൻസ് ഒന്ന് സെറ്റാവണം. സിംഗിൾ ഇൻഫർനോസ് ഇല്ല, അത് നമുക്കൊരു ആശ്വാസം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ നടുക്കിട്ടൊന്ന് റേജ് ചെയ്യാം. എന്താടാ? ട്രൂപ്സ് കയറുക. ഗുഡ്. ഓക്കെ, ഓഫ്, അവളെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണോ? സമയം നമുക്ക് ആവശ്യത്തിനുണ്ട്, പക്ഷേ നമ്മുടെ ഈ അറ്റാക്ക് എനിക്ക് അത്ര കുറച്ച് ബാഡായിട്ടാണ്. കുഴപ്പമില്ല. ബേബി ഡ്രാഗൺ നമ്മളിവിടെ ഇറക്കുന്നു. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള നല്ല എബിലിറ്റിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് കയറുന്നുണ്ട്. മിനിയൻ പ്രിൻസിനെ വേണമെങ്കിൽ നമുക്ക് ലോക്കപ്പ് ചെയ്യാം. മിനിയൻ പ്രിൻസിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ ഒരു ഫ്രീസ് ഇട്ടു. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ടോട്ടൽ സ്പെൽസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ലക്കുന്നതന്നെ പറയാം. ഇമാരുടെ ബേസ് അത്യാവശ്യം ബേസ് വെച്ച രീതി കൊള്ളാം കേട്ടോ. സ്റ്റിൽ നമ്മൾ ഈസി ആയിട്ട് തന്നെ നല്ല 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മുടെ ലാസ്റ്റ് ടൈമാണ് നമ്മൾ ഫുൾ സ്പെൽസൊക്കെ ഇറക്കിയാൽ കൊള്ളാം. നമുക്ക് അടുത്ത അറ്റാക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ബേസ് ഏതാടാ? ഓ, നമ്മുടെ ബേസൊക്കെ ഫുള്ള് മാക്സ്ഡ് ബേസാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഈ ബേസിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ചെറുതായിട്ട് എനിക്കൊരു പേടിയുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഏരിയ ഫുള്ളും ഉഡായിപ്പ് ഏരിയയാണ്. ഫുൾ ഹീറോസൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. മോണോലിത്തും ഉണ്ട്. ഏത് ഏരിയയിൽ നിന്ന് ഇറക്കണമെന്ന് എനിക്കൊരു ചെറിയൊരു ഐഡിയ കുറവുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ഓഫ്, ക്വീൻ്റെ എബിലിറ്റി വെറുതെ പോയി. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ ഇറക്കുന്നു. ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കുന്നു. പുതിയ പ്രിൻസ്, മറ്റവൻ എല്ലാവരെയും ഇറക്കി. നമുക്കൊരു കാര്യം ചെയ്യാം. ഫുൾ 3 ലൂൺസ് ഇറക്കി ഡ്യൂക്ക് ഡ്രാഗൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ സപ്പോർട്ടിന് വേണ്ടി ഒരു നടുക്കൊരു ടോട്ടംസ് ഇടാം, ഒരു ഫ്രീസ് ഇടാം. ക്യൂവിനെ സപ്പോർട്ട് ചെയ്ത് 3 ലൂൺസ് ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗനെ വേണം നമ്മൾ ഇനി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ എല്ലാം കൂടെ അങ്ങ് ചത്തു വരും. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതി. ഇതെന്താ എയർ സ്വൈപ്പർ? ഇതെന്ത് കാണിക്കുക? എയർ സ്വൈപ്പറിനിട്ട് അങ്ങ് റൂട്ട് ചെയ്ത് ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ പണി പോളും. നടുക്കൊരു ടോട്ടം. ഇത് കുറച്ച് ബാഡാണല്ലോ. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. ആ ഏരിയ ഒന്ന് നമുക്കൊന്ന് റേജ് ചെയ്യാം. ഡ്യൂക്ക് ഡ്രാഗൻ ചത്തോ? ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ നമ്മൾ റിവൈവ് ചെയ്തു. അതെന്താടാ?
ആ ഏരിയ അതെന്താ അവിടെ എന്താ അതെന്താ സംഭവിച്ചേ? എടാ എടാ ഇമ്മാരൊക്കെ വേറെ ഡയറക്ഷനിൽ കയറണം. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ബേസിക്കലി. ഒന്ന് ഫ്രീസ് ചെയ്യാം. ഡ്യൂക്ക് ഡ്രാഗൺ ചാവൂല. ഡ്യൂക്ക് ഡ്രാഗൺ അല്ല, നമ്മുടെ മെയിൻ പ്രിൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കൊരു ഇഷ്ടപ്പെടുന്നില്ല മെയിൻ പ്രിൻസിനെ. ഓ, നമുക്കൊരു ബേബി ഡ്രാഗൺ ആ എയർ സ്വൈപ്പറിനെ സ്വൈപ്പ് ചെയ്ത് കളയാം. നടുക്കിട്ടൊരു ടോട്ടം സ്പെല്ലിടുന്നു. ഓക്കെ, നമ്മുടെ മിനിയൻ പ്രിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, കുഴപ്പമില്ല. ഫുൾ മിനിയൻസ് ഒരു ആർച്ചർ ഇറക്കി. നമുക്ക് ഈ അറ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈവിട്ട് പോയാലും നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഒരാളെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പകുതി കൂടുതൽ ബേസിക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കണ്ടോ, കൈവിട്ട് പോയി എന്ന് നമുക്ക് തോന്നും, പക്ഷേ സമയം കണ്ടോ, സമയം അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യന്മാരെല്ലാവരും ഇങ്ങനെ പയ്യെ ആടി ഒളിഞ്ഞൊക്കെ അറ്റാക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഈ പ്രാവശ്യം ഒരു സ്പെല്ല് ഇറക്കിയില്ല. ഓക്കെ, ഞാൻ വിചാരിച്ച എല്ലാ സ്പെല്ലും ഇറക്കിയെന്നാണ്. ഓക്കെ, ലാസ്റ്റ് ബിൽഡിംഗ്. യെസ് ഗൈസ്, ഈസി 3 സ്റ്റാർ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് ഇവന്മാർ ഫുള്ളും കിട്ടില്ല, മാക്സ് ബേസാണ് കേട്ടോ. രക്ഷയില്ലാത്ത മാക്സ് ബേസാണ് ഗൈസ്. ഈ ഏരിയ, ഈ ബേസൊന്നും എനിക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നില്ല, ബട്ട് അറ്റാക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ അറ്റാക്ക് ചെയ്യാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആ പ്ലാൻ വഴി തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ക്വീൻ്റെ എബിലിറ്റി കുഴപ്പമില്ല, ക്വീൻ്റെ എബിലിറ്റി നല്ലപോലെ തന്നെ പോയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മെഷീൻ, മിനിയൻ പ്രിൻസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നേരത്തെ പിടിച്ച് ക്യൂ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗനെ നമുക്കിവിടെ ഇറക്കാം. നടുക്കൊരു ടോട്ടസ് ഇടാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. നടുക്ക് അവിടെ ഒരു ടോട്ടസ് ഇടുന്നു, വീണ്ടും ഇപ്പുറത്തെ ഒരു ടോട്ടസ് ഇടുന്നു. ഡ്യൂക്ക് ഡ്രാഗനിട്ട് ഞാൻ ഒരു റേജ് അടിച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കൊതു കടിക്കുന്നുണ്ട്, ബട്ട് കുഴപ്പമില്ല. അടുത്തൊരു ടോട്ടസ് നമുക്ക് നടുക്കിടുന്നു. ഫുൾ ലൂൺസ് നമുക്ക് ഹീറോസിൻ്റെ ഇവിടെ തപ്പിക്കൊടുക്കാം. ഓക്കെ, എന്ത് കഷ്ടമാണ്. ഹേസ്റ്റ് സ്പെല്ല് മാറ്റാൻ മറന്നുപോയി ഗൈസ്, അത് കുറച്ച് ബാഡാണ്, ബട്ട് കുഴപ്പമില്ല. അവിടെ ഒരു പോയിസൺ ഇട്ടു. അറ്റാക്കൊക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെ പോകുന്നുണ്ട്. ഈ മോണോലിത്ത് പണി തരാതിരുന്നാൽ മതി. നമുക്ക് അവന്മാരെ അത്രയൊന്ന് ഫ്രീസ് ചെയ്യാം. റൂട്ട് സ്പെല്ല് വേണോ വേണ്ടായിരിക്കാം. ക്വീനൊക്കെ ഇപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു ആർച്ചർ അവിടെ സ്പെല്ല് ആവശ്യം വരുമായിരിക്കും കേട്ടോ. അവന്മാരെ ഇത്രയും റൂട്ട് ചെയ്യാം, അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. മിനിയൻ പ്രിൻസ് ചത്തില്ല, ചാവുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, മിനിയൻ പ്രിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ 2 ഡ്രാഗൺസ് ഒക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. ബേബി ഡ്രാഗൺ ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഇറക്കാം. ഓക്കെ, എല്ലാ അറ്റാക്കും നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് അറ്റാക്ക് പോകുന്നത്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ആരൊക്കെ വരുന്നുമുണ്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ബിൽഡിംഗ് ആണ്. ലാസ്റ്റ് ബിൽഡിങ്. യെസ് അറ്റാക്ക് ചെയ്യടാ. ഓക്കെ ഗൈസ്, നമുക്ക് സിമ്പിളായിട്ട് നല്ല 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് ചെയ്താൽ അതൊരു മാക്സ് ബേസാണ്, പക്ഷേ കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രൂപ്സൊക്കെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഫുൾ ഹോൾസാണ്. എവിടെ പ്ലാൻ ചെയ്യണമെന്നും ഒരു ഐഡിയ ഇല്ല. കുഴപ്പമില്ല. നടുക്ക് ഒരു ഹോളുണ്ട്, ആ ഹോളിൽ നിന്ന് ഇറക്കാനാണ് പ്ലാൻ. ഇൻവി റോയൽ ചാമ്പ്യൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു, കുഴപ്പമില്ല. അടുത്തൊരു ഇൻവി ഇട്ടു. ഓക്കെ, റിവെഞ്ച് ടവർ ഡൺ. നടുക്കടുത്തൊരു ഇൻവി. റോയൽ ചാമ്പ്യൻ മര്യാദയ്ക്ക് ഇൻവി ഇട്ട് കൊടുത്തില്ലെങ്കിൽ കൈവിട്ട് പോകും ഗൈസ്. സോ കുറച്ച് ഇപ്പോൾ തന്നെ പോയാൽ അതൊരു ഇൻവി. എങ്ങോട്ടാണ് മോണോലിത്തിന് ടാർഗറ്റ് ചെയ്തിട്ട് വേറെ ഡയറക്ഷനിൽ പോകണം. ഇവനെ എന്ത് പറയാനാ. അവിടെ ഫ്രീസ് ആയി കിടക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ റോയൽ ചാമ്പ്യൻ്റെ പ്രശ്നം. അൺപ്രഡിക്റ്റബിൾ അറ്റാക്ക് ആയിരിക്കും. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തു. അങ്ങോട്ടൊന്ന് പോകല്ലേ എൻ്റെ പൊന്നു. പറഞ്ഞ് തീരണം മുമ്പേ എൻ്റെ റോയൽ ചാമ്പ്യൻ ചത്തു. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഡ്രാഗൻ ഇവിടെ ഇറക്കാം. ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ ക്ലാൻ കാസൽ സേജ് മിഷൻ, ഡ്രാഗൺ റൈഡേഴ്സ് നേരത്തെ പിടിച്ച് സ്പ്രെഡ് ചെയ്താണ് ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയ. ക്ലാൻ കാസൽ സി എവിടെയാണ്? അതെവിടെയെന്നാണ് വരണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ബട്ട് കുഴപ്പമില്ല. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ നമുക്ക് ഈ ഏരിയയിൽ ഇറക്കാം. ഗ്രാൻഡ് വാട്ടറിൻ്റെ എബിലിറ്റി കൊടുത്തു. ഈ ഏരിയ ഒന്ന് റേജ് ചെയ്യാം. ഓക്കെ, ഒരു സിംഗിൾ ഇൻഫ്രമാണ്, അത് നമുക്ക് പണി വരുമെന്ന് അറിഞ്ഞുകൂടാ. പോയിസൺ ആർക്കിട്ട് കൊടുക്കാം? ഇല്ല, ആ ക്യൂവിൻ്റെ ഒരു പോയിസൺ ഇട്ട് കൊടുക്കാം. രാത്രിയായ കൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്, ഇവിടെ ഭയങ്കര കുരുവാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ കുഴപ്പമില്ല.
ഓക്കെ, ഇപ്പുറത്ത് നമ്മുടെ പയ്യന്മാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമുക്കിപ്പോൾ ഇനി 2 സ്പെൽസ് നമ്മുടെ കയ്യിലുണ്ട്. സോ പേടിക്കാതെ ഞാൻ ഇരിക്കുകയാണ്. പേടിക്കേണ്ടി വരുമോ? ഇല്ലായിരിക്കും. മിനിയൻ പ്രിൻസിൻ്റെ വിളിച്ചു കൊടുത്തു. അതത്രയും നമ്മളൊന്ന് ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഡ്യൂക്ക് ഡ്രാഗൻ ഡ്യൂക്ക് വേണ്ട. പണിയാണോ പണിയല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഗൈസ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ്റെ രീതിയിലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഒരു 5 ഡ്രാഗൺ ഉണ്ട്. സോ പേടിക്കേണ്ട ആവശ്യം വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റിയും ഉണ്ട്. സിംഗിൾ ഇൻഫോർണോ ആണ് ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം. ആ ഇൻഫോർണോയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് പോകും. കുഴപ്പമില്ല, നമുക്കൊരു ഫ്രീസും ഉണ്ട്, ഒരു റിവൈവ് സ്പെല്ലും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമ്മുടെ പയ്യനെ അങ്ങ് റിവൈവ് ചെയ്യാം. മിനിയൻ പ്രിൻസിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്തു. അവന്മാരെ ഫുള്ളും സ്റ്റൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരു ഫ്രീസും കൂടെ ഉണ്ട്. ആ ഫ്രീസും കൂടെ ലാസ്റ്റായിട്ട് ഇറക്കി ഗൈസ്. സിമ്പിളായിട്ട് വീണ്ടും നല്ലൊരു ഫ്രീസർ കിട്ടി. ഈ ബേസിൽ കുറേ ഹോൾസ് ഉണ്ട്, അതാണ് അവൻ്റെ പ്രശ്നം. ഓക്കെ ഗൈസ്, നമ്മുടെ 5ാമത്തെ ബേസ് നമ്മൾ അടിച്ചിട്ടുണ്ട്. 5ാമത്തെ നമ്മുടെ മാക്സ് ബേസ് ഒന്നും തീരണില്ലല്ലോടെ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അറ്റാക്ക് ചെയ്യാം. എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്ന് ഞാൻ നോക്കുകയാണ്. ഓക്കെ, ഒരു ഡയറക്ഷൻ ഇനി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഡയറക്ഷനിൽ കൂടെ അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. റോയൽ ചാമ്പ്യൻ അല്ല, ക്വീൻ. നൈസായിട്ട് ക്വീനിൻ്റെ എബിലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മെഷീൻ, ഫുൾ ഡ്രാഗൺ ഡൈവേഴ്സ്. ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ഇറക്കി വിട്ടു. ക്വീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുൾ ലൂൺസ് ആ ഏരിയയിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി കറക്റ്റായിട്ട് ഓരോ ടോട്ടം സ്പെല്ലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നടുക്കൊരു ടോട്ടം സ്പെല്ലിടാം, ഇവിടെ നടുക്കൊരു ടോട്ടം സ്പെല്ലിടാം, അവിടെ ഒരു പോയിസൺ ഇടാം. ഓക്കെ, ഈ സെൻട്രൽ ഏരിയ ഭയങ്കര ടാസ്ക് ആണല്ലോ. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി, അവിടെ ഒരു റേജ്. ആരെങ്കിലും റൂട്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ റൂട്ട് ചെയ്യാം. ഇവന്മാർ ഇത്രയും റൂട്ട് ചെയ്യാം, വെറുതെ വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ടോട്ടം സ്പെല്ല് നമ്മൾ നടുക്കിടുന്നു. ബേബി ഡ്രാഗനുണ്ട്. ബേബി ഡ്രാഗനെ കൊണ്ട് നമുക്ക് ഈ ഏരിയ ക്ലീൻ ചെയ്യാം. ഓക്കെ, സിംഗിൾ ഇൻഫർമേഷൻ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. നടുക്ക് അടുത്തൊരു ടോട്ടം സ്പെല്ല് ഇടുന്നു. നമ്മുടെ ഹീറോസ് ചത്തു. ഡ്യൂക്ക് ഡ്രാഗനെ വീണ്ടും നമ്മൾ റിവൈവ് ചെയ്യുന്നു. 2 മിനിയൻസ് ഉണ്ട്, 3 മിനിയൻസ് ഉണ്ട്. 3 മിനിയൻസും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി റാൻഡമായിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ ടോട്ടം സ്പെല്ലിന് നമ്മുടെ ഫ്രീസ് സ്പെല്ലൊക്കെ നമ്മൾ നൈസായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞോ? ഓക്കെ, നമ്മുടെ മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. മിനിയൻ പ്രിൻസ് ഫുള്ളും ഫ്രീസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹീറോസ് ക്വീൻ ഇല്ലേ, പാവം ക്വീനെ നമുക്കങ്ങ് റിക്കവർ ചെയ്യാം. പക്ഷേ ബാക്കി ഇനി ട്രൂപ്സ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെല്ലാ ട്രൂപ്സും ഇറക്കിയിട്ടുണ്ട്. ഈസി പീസി ആയിട്ട് നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്തു, തകർത്തു. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ബേസ് നമ്മൾ അറ്റാക്ക് ചെയ്തു. നമ്മളുടെ ബേസ് സ്ട്രാറ്റജി എല്ലാം കൊള്ളാം കേട്ടോ. നല്ല ബേസൊക്കെ തന്നെയാണ് വെച്ചേക്കണേ. കുറച്ച് അത്യാവശ്യം ബാഡ് ബേസാണ്. എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു നാക്കിൽ നമുക്ക് അങ്ങ് ഇറക്കാം അല്ലേ. ഓക്കെ, റോയൽ ചാമ്പ്യനെ നമ്മൾ ഇവിടെ ഇറക്കുന്നു. ഒരു ഇൻവിട്ട് കൊടുത്തു. റോയൽ ചാമ്പ്യൻ അകത്തോട്ട് കയറി. യെസ്, ഗുഡ്. റോയൽ ചാമ്പ്യൻ കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. അടുത്തൊരു ഇൻവിട്ട്. റോയൽ ചാമ്പ്യൻ എങ്ങോട്ട് പോകുന്നു ഇവരെ പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പോൾ പ്രെഡിക്റ്റബിളാണ്. റോയൽ ചാമ്പ്യൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ആ ടൗൺ ഹാൾ കിട്ടുമോടാ? ടൗൺ ഹാൾ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കണം കേട്ടോ. അതെന്തിനാ കിങ്ങിൻ്റെ ബാക്കിൽ എന്തിനാടാ പോണേ? വയ്യേ നിനക്ക്? അടുത്തൊരു ഇൻവി. ഷിറ്റ്, ടൗൺ ഹാളിൻ്റെ അടുത്ത് പോണില്ല ഗൈസ്. ഞാൻ പല രീതി നോക്കി ട്രൈ ചെയ്തു, നടന്നില്ല. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റിയും കൂടെ കൊടുക്കാൻ ഇനി വെച്ചിട്ട് ചാവരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചാവാൻ പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുറച്ച് ബാഡാണ്, കുറച്ചിൽ അധികം ബാഡ് ആണ്. ഒരു ഡ്രാഗൻ ഒരു റിസ്ക് അറ്റാക്കാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കിട്ടിയാൽ ലക്ക്, കിട്ടിയില്ലെങ്കിൽ അറിയാമല്ലോ എന്താണ് അവസ്ഥയാണ്. ഓക്കെ, നമ്മൾ ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നേരത്തെ പിടിച്ചിറക്കി. ഡ്യൂക്ക് ഡ്രാഗൻ എങ്ങോട്ട് ഇറങ്ങണോടാ? അവിടെ ഫുൾ ഹീറോസ് ഉണ്ട്. സോ അതൊരു പണി തരുമോ എന്ന് എനിക്കറിയത്തില്ല. അറ്റാക്ക് കൊണ്ട് കളയരുത്, അത് മാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഗ്രാൻഡ് വാർഡൻ ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. ഓക്കെ, ഇവിടെ 2 ലൂൺസ് ഇറക്കാം. ഡ്യൂക്ക് ഡ്രാഗനെ ഇങ്ങോട്ട് പറഞ്ഞിടാം. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ ഇട്ട് ഞാനൊരു റേജ് സ്പെല്ല് ഇട്ടു. ഓക്കെ, എൻ്റെ ഡ്യൂക്ക് ഡ്രാഗനെ കൊണ്ട് ഞാൻ ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ ഏരിയ നമുക്കൊരു ഫ്രീസും കൂടെ കൊടുക്കാം. ബേബി ഡ്രാഗൻ ഉണ്ടടാ. ഓക്കെ, ബേബി ഡ്രാഗൻ ടോപ്പ് സൈഡിൽ ഇറക്കാം നമുക്ക്.
ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്ത് മൊത്തത്തിൽ ഫുൾ സ്റ്റൺ ചെയ്ത് കളഞ്ഞു. ഓക്കെ, നമുക്ക് സ്റ്റിൽ നമുക്ക് പോയിസണോ ഓടണോ ചാടണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. മൊത്തത്തിലൊരു ഒരു 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 ഇത് ബാഡാണോ നൈസാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ വീണ്ടും റിവൈവ് ചെയ്യാം. സമയം വളരെ കുറവാണ്. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു മൊത്തത്തിൽ ഒരു ഫ്രീസ് കിട്ടി. ബേബി ഡ്രാഗൻ ഇവിടെ ഇറക്കാം, ഒരു ആർച്ചറും കൂടെ അവിടെ ഇറക്കാം. ഓക്കെ, എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു. സമയക്കുറവുമുണ്ട്, ബട്ട് കുഴപ്പമില്ല. നമ്മുടെ ഹീറോസ് കാര്യങ്ങളെല്ലാവരും ജീവനോടെ തന്നെ ഉണ്ട്. യെസ് ഗൈസ്, ഇന്നത്തെ അറ്റാക്ക് എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചാണ് നമ്മൾ എല്ലാ സ്റ്റാറും എടുത്തെടുത്ത് പോകണേ. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ബേസും കിട്ടിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ ഇറക്കാൻ എനിക്കൊരു പ്ലാനുണ്ട്. അവന്മാർ എന്ത് കഷ്ടമായത്. എൻ്റെ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ കൂടെ കയറി വരുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും റോയൽ ചാമ്പ്യൻ ഇങ്ങനെ ഇറക്കണമായിരിക്കും നല്ലതല്ലേ. യെസ്, റോയൽ ചാമ്പ്യൻ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഒരു ഇൻവി അവിടെ ഇട്ട് കൊടുത്ത് അകത്തോട്ട് കയറാം. ഗുഡ്. റോയൽ ചാമ്പ്യൻ അങ്ങനെ തന്നെ കയറിക്കോ, അങ്ങനെ തന്നെ അകത്തോട്ട് കയറി വാ. ടൗൺ ഹാൾ സൈഡിലോട്ട് പോകണം, അതാണ് നിൻ്റെ മെയിനെയും. വേറെ ആരെയും മൈൻഡ് ചെയ്യണ്ട, ആരെയും മൈൻഡ് ചെയ്യേണ്ടെന്നല്ലടാ നിൻ്റെ അടുത്ത് പറഞ്ഞ. അകത്ത് കയറാൻ നിനക്ക് എന്തിൻ്റെ കുരുവാണിത്. അടുത്തൊരു എൻവി അകത്തോട്ട് കയറുക. കൊള്ളാം. അങ്ങനെ തന്നെ. ഷിറ്റ്. അയ്യോ എന്ത് ചെയ്യാനാ ഇത്, എന്ത് പറയാൻ വാക്കുകളൊന്നുമില്ല. കുഴപ്പമില്ല, ഫുൾ ഡ്രാഗൺസ് നമുക്ക് ഇറക്കാം. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നിരത്തി ഇറക്കിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. മിനിയൻ പ്രിൻസിനെ നമ്മൾ ടോപ്പ് സൈഡിൽ നടക്കാം. ഓക്കെ, ഒരു മൊത്തത്തിൽ സിംഗിൾ ഇൻഫർമേഷനാണ് ഈ കുരു എന്നെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു, ആ ഏരിയ ഒന്ന് റേഞ്ച് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫ്രീസ് ചെയ്താലും ഫ്രീസ്. യെസ്, ഗുഡ്. എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്നുണ്ടോ. ആ ഏരിയയിലൊരു എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്ത് മൊത്തത്തിൽ ഒരു ഫ്രീസിങ് എബിലിറ്റി ആയിരുന്നു അത്. എടാ പോടാ, തോറ്റ് എന്ന് മാത്രം പറയരുത്. നമ്മുടെ ലാസ്റ്റ് അറ്റാക്കാണ്. പ്ലീസ് തോപ്പിക്കരുത്, കാല് പിടിക്കാം. ഞാൻ എന്ത് വേണം, പ്ലീസ്. സിംഗിൾ ഇൻഫർമോ വേണോടാ നമുക്കിവിടെ പണിയായിട്ട് തരാൻ പോണേ. ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്തു, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്ത്. ആ സിംഗിൾ ഇൻഫർമോ നമുക്ക് പണി തരുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ നമുക്കൊരു റിവൈവ് ഉണ്ട്, ബട്ട് സ്റ്റിൽ കൊതു കടിച്ചിനെ കൊല്ലയാണ് കേട്ടോ. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എക്സ്ബോയുടെ കൂടെ അപ്പുറത്ത് മറ്റേ സാധനം കൂടെ ഉണ്ട്. ഗൈസ്, ഇന്നത്തെ അറ്റാക്ക് ബേസിക്കലി എല്ലാം നമ്മൾ സ്റ്റാർ എല്ലാം 3 സ്റ്റാർ കിട്ടണുണ്ട്. പക്ഷേ നമ്മളൊരു കിട്ടുമില്ലയോ അങ്ങനത്തെ ഒരു പേടി രൂപേണ ഉള്ള ഒരു 3 സ്റ്റാർ ആയിരുന്നു. നമുക്ക് എന്തായാലും എല്ലാ ബേസും 3 സ്റ്റാർ കിട്ടി. അമേരിക്ക റെഡി എന്ന് തുടങ്ങി അടിച്ച മൊത്ത ബേസ് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ടോപ്പ് എല്ലാ ബേസും ക്ലിയർ ചെയ്തു. പക്ഷേ ക്ലിയർ ചെയ്യും തോറും നമുക്കൊരു പേടിച്ചാൽ നമ്മൾ 3 സ്റ്റാർ ആണോ 2 സ്റ്റാർ ആണോ 1 സ്റ്റാർ ആണോ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഇന്നത്തെ അറ്റാക്ക്. പക്ഷേ എനിക്ക് കൊള്ളാം, ഇങ്ങനെ ആയിരിക്കണം വാറ്. നമുക്കൊരു പേടിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ജയിക്കുമ്പോഴായിരിക്കും ഒരു നല്ലൊരു സുഖം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ബൈ ഗൈസ്.